ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ മലേഷ്യയിലെ ലാസ്റ്റ് ഡേ ആണ്. നാളെ ഏർലി മോർണിംഗ് നമ്മൾ തിരിച്ച് ദുബായിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ജെന്റിങ്സ് ഐലൻഡ് അല്ലേ, അവിടത്തേക്കാണ്. അപ്പം നമ്മളൊരു ടൂർ ബുക്ക് ചെയ്തതായിരുന്നു, ജെന്റിങ് ഐലൻഡ്. നമ്മളൊരു ടൂർ ബുക്ക് ചെയ്തതാണ്. അപ്പം നമുക്ക് പിക്കപ്പ് പോയിന്റിലേക്ക് പോകാൻ ടൈം ആയിട്ടുണ്ട്. നമ്മൾ റൂമിൽ നിന്ന് റെഡി ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ 7-Eleven വന്നതാണ് എന്തെങ്കിലും കഴിക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയിട്ടില്ല, എന്തെങ്കിലും ഒന്ന് കഴിക്കണം, അത്രേ ഉള്ളൂ. ഞാൻ കോഫിയും ഒരു ഫ്രൂട്ട് കേക്കുമാണ് വാങ്ങിച്ചത്. അർജുന ബർഗറാണ് വാങ്ങിച്ചത്. അത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഹീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഗൈഡ് വന്നിട്ടുണ്ട്, നമ്മൾ ഇതാ പോവാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ ജെന്റിങ് ഐലൻഡിലെത്തിയിട്ടുണ്ട്. ജെന്റിങ് അല്ലേ? അപ്പം നമ്മൾ ജെന്റിങ് ഐലൻഡിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കേബിൾ കാറിൽ പോയിട്ട്, മേലെയാണ് ആക്ച്വലി സംഭവം, അപ്പം നമ്മൾ താഴെയാണ് ഉള്ളത്. ജെന്റിങ് ഹോയ്ത്തോങ് ജയ ടെർമിനലാണിത്. ഇവിടുന്ന് കേബിൾ കാർ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ മേലെ പോകണം. നമുക്ക് ടിക്കറ്റ് നമ്മൾ ടൂർ പാക്കേജ് എടുത്തപ്പം അവർ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ 12 ഗോ ഏതിലൂടെയായിരുന്നു നമ്മൾ എടുത്തത്, ടിക്കറ്റ് എടുത്തത്? ഗെറ്റ് മൈ ഗൈഡ്. അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഒരു ചൈനീസ് ടെമ്പിൾ ഉണ്ട് കാണാനായിട്ട്. സോ അവിടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇവിടെയുള്ളൊരു ചൈനീസ് ടെമ്പിളിലേക്ക് വന്നതാണ്. നമ്മൾ ടാക്സിയിലാണ് വന്നത്. നമ്മൾ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലായിരുന്നു വന്നിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ടാക്സി എടുത്തിട്ടാണ് നമ്മൾ കുറച്ച് താഴേക്ക് വന്നത്. ഇവിടെയാണ് ചൈനീസ് ടെമ്പിൾ ഉള്ളത്. നമ്മൾ ഈ ടെമ്പിളിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറുകയാണ്. എത്രയോ കയറണം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഗൈസ്. നമ്മൾ ആക്ച്വലി ക്ലൗഡ്സിലാണ്, അതുകൊണ്ട് താഴേക്കൊന്നും കാണില്ല. നമ്മൾ ഫസ്റ്റ് ലെവലല്ല, ഒരു ഹാഫ് ലെവലിലാണ് ഇപ്പം എത്തിയിരിക്കുന്നത്. ഞാൻ പക്ഷേ ഇതിൻ്റെ മേലേക്ക് കയറാൻ നിന്നില്ല, എനിക്ക് പേടിയാണല്ലോ. അതുകൊണ്ട് ഞാനിവിടെ നിന്ന് ഇങ്ങനെ ചില്ല് ചെയ്യാണ്. നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പാണ്. ശരിക്കും നമ്മൾ വയനാട്ടിലെത്തിയിരിക്കുന്നത് അതന്നെ സെയിം അതേപോലെ തന്നെ. ഇവിടെ ഒരു വലിയ ബുദ്ധൻ്റെ പ്രതിമയുണ്ട് ഗൈസ്. അപ്പം നമ്മൾ അവിടേക്ക് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. നമുക്ക് 5 മണി വരെ ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പം എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. സോ ഗൈസ്, നമ്മൾ ജെന്റിങ് ഐലൻഡിൽ നിന്ന് പോവാണ്, തിരിച്ചു പോവാണ് നമ്മുടെ റൂമിലേക്ക്. ഗൈസ്, അങ്ങനെ നമ്മളിതാ തിരിച്ച് നമ്മളെ പ്ലേസിൽ എത്താറായിട്ടുണ്ട്. നല്ലോണം വിശക്കുന്നുണ്ട്, എവിടെയെങ്കിലും പോയിട്ട് കഴിക്കണം ഇനി. അപ്പം നമ്മൾ നേരത്തെ ദിണ്ടുകൽ തലപ്പാക്കട്ടി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് നേരെ, നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ, നേരെ റൂമിലേക്ക് വന്നു. കുറച്ച് നേരം ഇവിടെ കിടന്ന് നമ്മൾ പാക്കിംഗ് ഒക്കെ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സമയം 10:30 ആവാറായിട്ടുണ്ട്. 11 മണിക്ക് നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഫ്ലൈറ്റ് ടൈം വരുന്നത്
ഏർലി മോർണിംഗ് 3 മണി സംതിങ്ങിനാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ഇറങ്ങണം. ട്രാഫിക് എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ല. കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന് എയർപോർട്ട് വരയ്ക്കും. ഒരു 1 അവറിൻ്റെ ആ ഒരു ടൈം എടുക്കും, 1 അവറിന് മേലെ എടുക്കും. അപ്പം എനിവേസ് നമുക്ക് റെഡി ആവാം. ഞാൻ വലിയ മേക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ബേസിക് ആയിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. കുറച്ച് സ്കിന്ന് ഡ്രൈ ആവുന്നുണ്ട്. പിന്നെ ബ്രേക്ക്ഔട്ട്സിൻ്റെ കാര്യമൊന്നും പറയണ്ട. പിന്നെ പ്രോപ്പറായിട്ട് ഉറക്കമില്ലാത്തത്, അങ്ങനെ എല്ലാ പ്രശ്നവും ഉണ്ട്. പിന്നെ തിരിച്ചു പോകാനായിട്ട് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒരു 10 ദിവസമൊക്കെയാണ് വേറൊരു സ്ഥലത്ത് നിൽക്കാനാവുന്നുള്ളൂ. 10 ദിവസവും പറ്റിയല്ല. ഒരു ട്രിപ്പിൻ്റെ ഒരു 5-6 ദിവസം ആകുമ്പോഴേക്ക് അയ്യാ ഒന്ന് വീട്ടിൽ പോകണമായിരുന്നു എന്ന് നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളുള്ളത്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രി ആണെങ്കിലും നമുക്ക് തിരിച്ച് അങ്ങ് വീട്ടിൽ ആ ഒരു കംഫർട്ട് സോണിൽ പോവാന്നുള്ളത് അത് ഭയങ്കര തന്നെയാണ്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. ഇനി ലിപ്സ്റ്റിക്ക്, ഇത് മാമാത്തിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാമാത്തിൻ്റെ ക്രീമി മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്കിൽ വരുന്ന പിങ്ക് റോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. എനിക്ക് പിങ്ക് ലിപ്സ്റ്റിക്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു പിങ്ക് കളറിലെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാനിത് വേറെ ഒരു മാമാത്തിൻ്റെ തന്നെ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ചില ലിപ്സ്റ്റിക്സ് നമ്മൾ മിക്സ് ചെയ്താൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് നമുക്ക് കിട്ടും കേട്ടോ. ഇതൊരു ഓറഞ്ച് പീച്ച് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഓറഞ്ച് തന്നെയാണ്, പക്ഷേ ഈ പിങ്കുമായിട്ട് മിക്സ് ചെയ്യുന്നതിൽ ഒരു പീച്ച് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡ് കിട്ടും. അപ്പം അതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി കണ്ട ഇവിടെയൊക്കെ 2 സൈഡിൽ കണ്ട ഒട്ട് കുത്തിയ പോലെയില്ല. ഇവിടെയെല്ലാം ഈ 3 ഒരു ട്രയാങ്കിൾ ആയിരിക്കുന്നു. എല്ലാം ഇനി തിരിച്ചു പോയിട്ട് സെറ്റ് ചെയ്യണം. നമ്മുടെ ട്രിപ്പിനിടയ്ക്കുള്ള ഭക്ഷണവും, അല്ലെങ്കിൽ എനിക്ക് നാട്ടിൽ വന്നപ്പോൾ തന്നെ സ്കിൻ ആകെ മോശമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം. അർജുൻ റെഡി ആയിട്ടില്ല. ഞാനും ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇനി ഹെയർ ഒന്ന് ടൈ ചെയ്യണം, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പം അത്രയേ ഉള്ളൂ. എനിക്ക് ഇനി ഈ മേക്കപ്പ് പൗച്ച് കൂടെ പാക്ക് ചെയ്ത് വെച്ചാൽ മതി. ഔട്ട്ഫിറ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടീഷർട്ടും ഒരു ലിനൻ കൈൻഡ് ഓഫ് പാൻസും ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഹെയർ ഞാനൊന്ന് കെട്ടി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾ സെറ്റ്. ഇനി പോകണം. നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണെന്ന് പറഞ്ഞു. നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ്. അപ്പോൾ എവിടെയും സ്റ്റേ ഒന്നും ചെയ്യണ്ട. നമ്മളിങ്ങോട്ട് വന്നപ്പം അല്ല, നമ്മൾ ബാലി പോയപ്പോഴായിരുന്നു 6 hours ലേ ഓവർ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ നാട്ടിലും കുറേ ദിവസം നിന്നു. ഒരു മാസത്തോളം നാട്ടിൽ നിന്നു കേട്ടോ. നാട്ടിൽ നിന്ന് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വന്ന് അപ്പോൾ ഒരു ലോങ് ടൈം ആയില്ലേ. നമ്മൾ തിരിച്ച് UAE പോവാണ്. ഭയങ്കര എക്സൈറ്റഡ്. എൻ്റെ സഹജ മോനെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിക്ക് ചെയ്യാൻ വരിക ലഭിച്ചു. നമ്മൾ അവിടെ എത്ര മണിക്ക് എത്താം? രാവിലെ ആയിരിക്കും അല്ലേ? നമ്മളവിടെ ദുബായിൽ രാവിലെ ആയിരിക്കും എത്താം. അപ്പോൾ ഇനി നമുക്ക് എയർപോർട്ടിലേക്ക് പോവാം. അർജുത ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ് ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അങ്ങനെ നമ്മളെ ക്യാബ് ഇതാ വന്നിട്ടുണ്ട്. ഇനി നേരെ എയർപോർട്ടിലേക്ക്. എയർപോർട്ടിൽ റീച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞു. ഇനി നേരെ സെക്യൂരിറ്റി ചെക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇഷ്ടം പോലെ സമയം ഇങ്ങനെ കിടക്കുകയാണ്. 3:15 ഫ്ലൈറ്റ്. ഇപ്പം 12:15 ആയിട്ടേ ഉള്ളൂ. ബർഗർ കിങ്ങിൽ കയറിയിട്ട് ഒരു ബർഗറും കോക്കും കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ലോണം ഉറക്കം വരുന്ന അർജു എനിക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ടയേർഡാണ്. ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ ബർഗർ കിങ്ങിൻ്റെ കൂടെ കഴിച്ചു. അപ്പോൾ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആവും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഉറങ്ങാൻ കിളി പോയിട്ടിരിക്കുകയാണ്. സമയം 3 മണിയായിട്ടുണ്ട്.